ഞാനൊന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു ഇടത് കൈക്കാരനാണ്, എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡാണ് എനിക്ക്. ഈ അടിച്ച് വായിക്കുന്നത് ഇങ്ങനെ ടക്ക് അടിക്കുക, കൈ ഇങ്ങനെ വിടർത്തിയിട്ട് താറാവിൻ്റെ രീതിയിൽ വെക്കാൻ പാടില്ല. തീർച്ചയായും അതും അടിമകൾ കൊണ്ടുവരുന്നതാണ്. അവരുടെ കയ്യിൽ ഇത്തരം ഡ്രമ്മുകൾ ഉണ്ടാവും. നമസ്കാരം എല്ലാവർക്കും. ട്രിപ്പിൾ കോങ്കോ ഡ്രമ്മിൻ്റെ പാർട്ട് 2 അതിൻ്റെ ക്ലാസ്സുകളുടെ 2ാം ഭാഗം ഇന്ന് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഞാനൊന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു ഇടത് കൈക്കാരനാണ്, എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്ക പേരും റൈറ്റ് ഹാൻഡ് ആൾക്കാർ ആയിരിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്. പൊതുവെ റൈറ്റ് ഹാൻഡ് ഉള്ളവരും ഏത് രീതിയിലായാലും നമുക്ക് ഏറ്റവും അധികം കൂടുതൽ വായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൂടുതൽ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന കൈ വലത് കൈയായിരിക്കും, വലത് കൈന്മാർക്ക്. അങ്ങനെയുള്ളവർ ഈ ഭാഗത്തായിരിക്കണം അവരുടെ വലത് കൈ വരേണ്ടത്. ഞാൻ ഇടത് കൈയനായതുകൊണ്ട് എനിക്ക് ഈ ഭാഗമാണ് എൻ്റെ ഇടത് കൈ ഭാഗത്ത് വെക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൈ, ആ കൈ ഈ ഭാഗത്ത് എന്ന രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, അപ്പം കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു തന്നത് 2/4 എന്ന താളമാണ്. അപ്പോൾ 2/4 താളം 1 2 1 2 1 2 1 2 അല്ലേ? ദിൻടാ 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 ദിൻടാ. ഇതെല്ലാം അവർ പ്രാക്ടീസ് ചെയ്തെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇവിടെ 2 ഇവിടെയും 2 1 2 1 2. ഈ 2 വരുന്നത് 2 വട്ടം 2 പ്രാവശ്യം വായിക്കുക. 2 2 2 ബീറ്റ്. അപ്പോൾ 1 2 എന്ന് പറയുന്ന 2 ഇവിടെ 2 തന്നെ വായിക്കണം. അതുപോലെ 1 2 ഇവിടെയും 2 വായിക്കുക. അപ്പോൾ എങ്ങനെ 1 2 1 2 1 2 1 2. വളരെ എളുപ്പമാണ്. അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമാണ്. ഒട്ടേറെ പാട്ടുകൾ ഈ ഒരു താളത്തിലുണ്ട്, അതുകൊണ്ടാണ് ഇത് നിർബന്ധമായിട്ട് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ തന്നതിൻ്റെ നേരെ ഇരട്ടി സ്പീഡാണ്. പക്ഷെ ഒന്നാമത് ഈ സ്പീഡ് ആരും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ആദ്യം വളരെ സ്ലോയിൽ തന്നെ ചെയ്തിട്ട് പിന്നീട് പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഏറ്റവും ചെറിയ വേഗതയിൽ ചെയ്യുക, പിന്നെ സ്പീഡാക്കി എടുക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. 2/4 എന്ന താളമാണ്. അടുത്തൊന്നുകൂടി പറയാം, കാരണം ഇത് വളരെ എളുപ്പത്തിൽ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് നിങ്ങൾ പഠിച്ചെങ്കിൽ തീർച്ചയായും ഇത് വളരെ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ആ ബീറ്റ് ഇങ്ങനെയാണ് വരുന്നത്, ആ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ കൈ ഈ 3 വിരൽ, ചെറിയ വിരൽ, മോതിര വിരൽ, മിഡിൽ ഫിംഗർ, ഇത് 3 നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ശബ്ദം അടച്ചിട്ട്, അത് സ്ലാപ്പ് എന്ന് പറയാം, സ്ലാപ്പ് പൊത്തി വായിക്കുക. അപ്പോൾ ഇവിടെ ഒരടി നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ ഒരു ചെറിയ വകഭേദം എന്നേ പറയേണ്ടത്. കൂടുതലൊന്നും ഇതിൽ വലിയ വിഷമമുള്ള കാര്യമല്ല, ചെറിയൊരു വ്യത്യാസം. അതായത് 1 2 1 2 1 2 1 2. ഈ അടിച്ച് വായിക്കുന്നത് ഇങ്ങനെ ടക്ക് അടിക്കുക, കൈ ഇങ്ങനെ വിടർത്തിയിട്ട് താറാവിൻ്റെ രീതിയിൽ വെക്കാൻ പാടില്ല. ഈ കൈ ഇങ്ങനെ വെക്കണം, അതിന് പുറമെ ഈ ചൂണ്ട് വിരൽ ഉയർത്തണം, എന്നിട്ടാണ് അടിക്കേണ്ടത്. കണ്ട, എല്ലാം 8 പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 8 8 8. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ് ക്ലാസ്, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് തന്നെയായാലും കൊടുക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. dim ta dim to dim ta dim to dim ta dim to 1 2 1 2 dim ta dim to dim ta dim to dim ta. കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഒരു ബീറ്റ്, ഒരു താളം, ഒരു പാറ്റേൺ, കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഒരു സ്റ്റൈല്, ഇന്ന് 2 സ്റ്റൈലുകളും, ഇങ്ങനെ 3 സ്റ്റൈലുകളും ഞാൻ 8 പ്രാവശ്യം ഇപ്പോൾ വായിക്കും. ഒന്ന് നോക്കണം കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഒരു സ്റ്റൈല്. നാലായി.
അവസാനം വായിച്ചത് ഒരു റോളിംഗ് ആണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം, പെട്ടെന്ന് ആവുകയില്ല. അപ്പോൾ ഇന്ന് 2 സ്റ്റൈല് ഇതിൽ വായിച്ചു. അതൊന്ന് തീർച്ചയായും നിങ്ങൾ പഠിക്കണം. പിന്നെ കോങ്കോ ഡ്രമ്മിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അത് കുറച്ച് വഴിയെ ഞാൻ പറയാം. എങ്കിലും ഇതൊരു ആഫ്രിക്കൻ ഇൻസ്ട്രുമെൻ്റാണ്. കോങ്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഇൻസ്ട്രുമെൻ്റാണ്. ഈ നമ്മളെ ഇന്ത്യയിൽ ഇത് 3 കോങ്ക ഡ്രം ആയതുകൊണ്ടാണ് ഇതിൻ്റെ 3 എണ്ണം യൂസ് ചെയ്യുന്നതുകൊണ്ട് ട്രിപ്പിൾ കോങ്കോ ഡ്രം എന്ന് പറയുന്നു. ഇത് ആഫ്രിക്കയിൽ നിന്ന് ക്യൂബയിലേക്ക് വന്നു. തീർച്ചയായും അതും അടിമകൾ കൊണ്ടുവരുന്നതാണ്. അവരുടെ കയ്യിൽ ഇത്തരം ഡ്രമ്മുകൾ ഉണ്ടാവും. അങ്ങനെ ക്യൂബയിൽ വെച്ച് അത് വികാസം പ്രാപിച്ചു. പുതിയ പുതിയ പരീക്ഷണങ്ങൾ അതിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ കോങ്ക ഡ്രമ്മ് ഇത്രയും ജനപ്രിയമായ ഒരു ഉപകരണമായി മാറിയത്. എല്ലാവർക്കും ഈ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ താല്പര്യം കമൻറ്റിലൂടെ അറിയിക്കുക.